ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു FTA വ്ലോഗ്. FTA വ്ലോഗിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രോബ്ലം ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എപ്പിസോഡാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 2 ദിവസം കഴിഞ്ഞാൽ എക്സാം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് അമ്പിച്ചുവായിട്ടുള്ള പ്രോഗ്രാമൊന്നും ഇന്നില്ല. ഇന്ന് വൈകിട്ട് ഒരു എപ്പിസോഡ് ഞാൻ എന്തായാലും റിലീസ് ചെയ്യും. അതിനകത്ത് അമ്പിച്ചുവിടെ പ്രോഗ്രാം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത് ബോർ മോഡൽ ഓഫ് ആറ്റത്തിൽ എനർജി ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ചെയ്യുന്നത് nth ഓർബിറ്റിനകത്തുള്ള ഇലക്ട്രോണിന്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും അതിന്റെ കാൽക്കുലേഷനുമാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. തുടർന്ന് ഹെസസ് ലോയുടെ പ്രോബ്ലം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഹെസസ് ലോയുടെ പ്രോബ്ലം എങ്ങനെ ചെയ്യാം, മിനിമം നിങ്ങൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് സോളുബിലിറ്റി പ്രോഡക്റ്റും കാൽക്കുലേഷനും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് മൂന്നും ആകുമ്പോഴേക്കും തന്നെ ഏകദേശം 20 മിനിറ്റോളം ആയതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രോബ്ലം ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഏതായാലും നിങ്ങൾ പ്രോബ്ലങ്ങൾ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഈ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ കാണുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ബൈ ബൈ. ആദ്യം നമുക്ക് ബോർ മോഡൽ ഓഫ് ആറ്റം, ഇതിനൊരു എക്സ്പ്ലനേഷൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഇതിനകത്ത് ലാസ്റ്റ് ഭാഗത്ത് ഞാനൊരു ലിങ്ക് ആയിട്ട് കൊടുക്കാം. നിങ്ങൾ അവസാനം അത് പ്ലേ ചെയ്ത് കണ്ടു നോക്കുക. ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് ഞാനത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരു ഇൻട്രോ എന്ന രീതിയിലാണ് ഞാനിവിടെ പറയുന്നത്. ബാക്കി നമുക്ക് ആ വീഡിയോയിൽ കാണാം. ഓക്കെ, എനർജി ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ദി nth ഓർബിറ്റ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് ഈ ഫോർമുല ഒന്ന് പഠിച്ചു വെക്കുക. En ഈക്വൽ ടു -RH Z²/n². ഈ RH വാല്യൂ -2.18 into 10⁻⁻18 ജൂൾ ആണ്, ഇൻറ്റു Z²/n² ജൂൾ. ഇതൊന്ന് എല്ലാവരും ഒന്ന് പഠിച്ചു നോക്കുക. ഇവിടെ 18 ഉണ്ട്, ഇവിടെ 18 ഉണ്ട്. അതാണ് ലോജിക് പറയുന്നത്. -2.18 into 10⁻⁻18 Z²/n². ഇത് ഹൈഡ്രജൻ ആറ്റത്തിന് അപ്ലൈ ചെയ്യുമ്പോഴാണ്, ഫോർ ഹൈഡ്രജൻ ആറ്റം അപ്ലൈ ചെയ്യുമ്പോഴാണ് Z എന്താവുക? 1 ആവുക. എന്നാൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിലേക്ക് ഇത് കൊണ്ടുപോകുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹീലിയം പ്ലസ്, ഇലക്ട്രോൺ 1 ആക്കണമല്ലോ, അതുകൊണ്ടാണ് പ്ലസ് കൊടുത്തത്. എന്നാൽ അവിടെ Z എന്തായിരിക്കും? Z ഹീലിയത്തിന് 2 ആയിരിക്കും. അത് ശ്രദ്ധിക്കണം. അതുപോലെ ലിഥിയം ആണെങ്കിൽ ലിഥിയം 2+ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇലക്ട്രോൺ 1 പാടുള്ളൂ. ആറ്റം മാറിയാലും ഇലക്ട്രോൺ 1 പാടുള്ളൂ. ഇതിലെ ഇക്വേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. ബോർ അങ്ങനെയാണ് ഈ എനർജി ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇലക്ട്രോൺ എണ്ണം ഒന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2++ എന്നൊക്കെ കൊടുക്കുന്നത്. അതിന് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. Z എന്തായിരിക്കും? 3 ആയിരിക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആകെ ശ്രദ്ധിക്കേണ്ടത് ഏതാണ് ആറ്റം എന്ന് നോക്കിയിട്ട് അതിന്റെ അറ്റോമിക് നമ്പർ ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഏത് ഓർബിറ്റിലാണോ ചോദിക്കുന്നത്, 1 ആണെങ്കിൽ ഫസ്റ്റ് ഓർബിറ്റ് ആണെങ്കിൽ N1 കൊടുക്കുക, സെക്കൻഡ് ഓർബിറ്റ് ആണെങ്കിൽ N2 കൊടുക്കുക, തേർഡ് ഓർബിറ്റ് ആണെങ്കിൽ N3 കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഇനി പറയുന്ന വീഡിയോയുടെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അത് ഞാൻ പറയുന്നതിനനുസരിച്ച്, അത് ഓറലായിട്ടാണ് പറയുന്നത്, വൈറ്റ് ബോർഡ് ഡിസ്പ്ലേ ഇല്ല. അപ്പൊ നിങ്ങളത് എഴുതി നോക്കിയാൽ മതി. ഓക്കെ, ശരി. ഇപ്പൊ ബോർ മോഡൽ ഓഫ് ആറ്റത്തിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടുള്ള ചില അറേഞ്ച്മെന്റ്സ് ആണ് ഞാൻ ഇവിടേക്ക് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ഫിഗ് ആണ്. ഇതാണ് നമ്മുടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കടല ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഈ കടലയാണ് നമ്മുടെ ഷെല്ലായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുന്തിരി ഉണ്ട്. ഈ പച്ചമുന്തിരിയാണ് നമ്മുടെ ഇലക്ട്രോൺ. ഓക്കെ, ഇതിനകത്ത് ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ കറങ്ങുന്ന ഇലക്ട്രോണിന് ഒരു എനർജി ഉണ്ടായിരിക്കും. ആ എനർജി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ആണ് En ഈക്വൽ ടു -RH Z²/n². En ഈക്വൽ ടു -RH Z²/n². ഇതില് RH അതിന്റെ വാല്യൂ 2.18 into 10⁻⁻18 ജൂൾ ആണ്. Z എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ ആണ്. അതുപോലെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ കറങ്ങുന്ന ഇലക്ട്രോൺ നിൽക്കുന്ന ഷെല്ലിന്റെ എനർജി കണ്ടുപിടിക്കാം. ഉദാഹരണത്തിന് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഈ ഒരു ഇലക്ട്രോണിന്റെ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? ഹൈഡ്രജൻ ആറ്റമാണ് ഇത് വിചാരിക്കുക. പുറമെ 2 ഷെല്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹൈഡ്രജൻ ആറ്റം മാത്രമുള്ള ഒരു ന്യൂക്ലിയസും ഒരു ഒന്നാമത്തെ ഷെല്ലും മാത്രം, ഇലക്ട്രോൺസ് ഉള്ളത് മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇതിനകത്ത് ഈ ഒരു ഇലക്ട്രോണിന്റെ എനർജി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഫോർമുല ഉപയോഗിച്ച് En ഈക്വൽ ടു -2.18 into 10⁻⁻18 Z²/n² എന്നതാണ് ഫോർമുല.
അപ്പൊ ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ 1 എന്ന് കൊടുക്കുക. n ഇവിടെ 1 ആണ്. ഇവിടെ n ഈക്വൽ ടു 1 ആണ്. ഒന്നാമത്തെ ഷെല്ലിൽ മാത്രമേ ഇലക്ട്രോൺ ഉള്ളൂ. അപ്പൊ ഈ 1 ഈക്വൽ ടു -2.18 ഇൻറ്റു 10⁻⁻18 z സ്ക്വയർ. ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് z 1 ആണ്. അപ്പൊ z സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഷെല്ലാണ്. അപ്പൊ n1 ആണ്. 1 സ്ക്വയർ ജൂൾ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കിട്ടും. ഈ 1 ഈക്വൽ ടു -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ. ഇവിടെ z ഉം n രണ്ടും 1 ആയതുകൊണ്ടാണ് 1 സ്ക്വയർ ബൈ 1 സ്ക്വയർ എന്ന് വരുന്നത്. അത്രയും ജൂൾ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ഇനി മറ്റൊരു കാര്യം പറയാം. ഈ ഇക്വേഷൻ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിൽ ഉപയോഗിക്കാം. അതായത് ഒരു ഇലക്ട്രോൺ മാത്രം അടങ്ങിയ അയോൺസ്, ഉദാഹരണത്തിന് ഹീലിയം പ്ലസ്, ലിഥിയം 2+ തുടങ്ങിയ അയോണുകളിലും ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. മൾട്ടി ഇലക്ട്രോൺ ഉള്ള അയോണുകളിൽ പറ്റില്ല. കാരണം ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ഇലക്ട്രോൺ ഉള്ള ഹൈഡ്രജൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഉദാഹരണത്തിന് ലിഥിയം അയോണിന്റെ ഒരു ഇലക്ട്രോൺ 1s ഷെല്ലിനകത്ത് ഉണ്ട് എന്ന് വിചാരിക്കും. അപ്പൊ ലിഥിയം 2+. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺസിന്റെ എനർജി എങ്ങനെയാണ് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക? അതായത് En ഈക്വൽ ടു E1. E1 ഈക്വൽ ടു -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു ലിഥിയമാണ് Z3 ആണ് ഇൻറ്റു 3 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഷെല്ലാണ് 1. സോ 1 സ്ക്വയർ. ദാറ്റ് ഈസ് E1 ഈക്വൽ ടു -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 3 സ്ക്വയർ ബൈ 1 സ്ക്വയർ ജൂൾ. അതാണ് ലിഥിയം അയോണിന്റെ ഫസ്റ്റ് ഷെല്ലിനകത്തുള്ള ഇലക്ട്രോണിന്റെ എനർജി. ഇനി ഈ ഇലക്ട്രോൺ 1 2ലേക്ക് ജമ്പ് ചെയ്യുന്ന വിചാരിക്കും. ഇലക്ട്രോൺ ആ ഒരു സിംഗിൾ ഇലക്ട്രോൺ. അങ്ങനെയാണെങ്കിൽ E2 എന്തായിരിക്കും ലിഥിയം അയോണിന്റെ? പറയൂ. E2 ഈക്വൽ ടു -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 3 സ്ക്വയർ ബൈ 2 സ്ക്വയർ. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഹൈഡ്രജൻ ആറ്റത്തിലും അതുപോലെ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിലും നമുക്ക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള സ്ഥിരമായി ചോദിക്കുന്ന ഹെസ്സസ് ലോയുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലമാണ്. ഒരു പ്രോബ്ലം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അതേ ഒരു ഫോർമാറ്റിൽ നമുക്ക് മറ്റു പ്രോബ്ലം ചെയ്യാൻ പറ്റും. എന്താണ് ചോദ്യം എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചോദ്യത്തിൽ ഉദ്ദേശിക്കുന്നത്, ഒരു കോമ്പൗണ്ടിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കോമ്പൗണ്ടിന്റെ എൻതാൽപ്പി ഓഫ് കമ്പസ്റ്റൻ കണ്ടുപിടിക്കുക. അതിനു വേണ്ടിയിട്ട് കുറച്ച് ഡാറ്റകൾ നിങ്ങൾക്ക് തരും. അപ്പൊ തന്ന ഡാറ്റകളെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുക, അല്ലെങ്കിൽ ഇക്വേഷൻ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചില പ്രോബ്ലത്തില് ഇക്വേഷൻ തരും, അപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടു. ചില പ്രോബ്ലത്തില് ഇക്വേഷൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഡിക്കേഷൻ തരികയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്ന ഈ പ്രോബ്ലത്തില് ഇക്വേഷൻ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കുന്നു എന്നും കൂടി ഞാനിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അത് പ്രകാരം ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നിരിക്കുന്ന എൻതാൽപ്പി വാല്യൂസ് ഒക്കെ അതിന് പോസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചില മാത്തമാറ്റിക്കൽ റീഅറേഞ്ച്മെന്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. എൻതാൽപ്പി ഓഫ് combustion of benzene is 3267 kilojoule. Energy released during. Calculate standard enthalpy of formation of benzene. അതാണ് കണ്ടുപിടിക്കുന്നത്. Standard enthalpy of formation of carbon dioxide and water are given as -393.5 kilojoule and -285.83 kilojoule. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ കമ്പസ്റ്റൻ ഓഫ് ബെൻസീൻ തന്നിട്ടുണ്ട്. അപ്പൊ കമ്പസ്റ്റൻ ഓഫ് ബെൻസീൻ എന്ന് പറയുമ്പോൾ C6H6 ഇതാണല്ലോ ബെൻസീൻ. C6H6 കമ്പസ്റ്റൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓക്സിജനിൽ കത്തുക. കത്തിക്കഴിഞ്ഞാൽ ഉടനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും നമുക്ക് ലഭ്യമാണ്. ഇതാണ് കമ്പസ്റ്റൻ ഓഫ് ബെൻസീൻ. ഡ്യൂറിംഗ് ഈ സമയത്ത് ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് -3267 കിലോജൂൾ ആണ്. അപ്പൊ ഈ ഇക്വേഷൻ ബാലൻസ് ചെയ്യണം നമ്മൾ. എന്നാലും നമുക്ക് പ്രോബ്ലം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ 6 കാർബൺ ആറ്റം ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ 6 എന്ന് കൊടുക്കുക.
ഇവിടെ 6 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 3 എന്ന് നമ്മൾ കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്യാം. 6 into 2 12 ഓക്സിജൻ, 3 ഓക്സിജൻ, 15 ഓക്സിജൻ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ 15 എന്ന് കൊടുത്താൽ നമ്മളിവിടെ 15 എന്ന് കൊടുത്താൽ 15 into 2 30 ഓക്സിജൻ ഇവിടെയാവും, ഇവിടെ 15 മാത്രം. മനസ്സിലായോ? 6 into 2 12 ഓക്സിജൻ, 3 ഓക്സിജൻ, 15 ഓക്സിജൻ ഇവിടെ ഉണ്ട്. നമ്മളിവിടെ 15 എന്ന് കൊടുത്താൽ 15 into 2 30 ഓക്സിജൻ ആവും. അപ്പൊ നമ്മൾ 15ന്റെ പകുതി കൊടുത്താൽ മതി. അതാണ് 15/2. ക്ലിയർ? യെസ്. ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ പ്രകാരം തന്നിരിക്കുന്ന ഒന്നാമത്തെ ഡാറ്റ, കമ്പഷൻ ഓഫ് ബെൻസീൻ. ഇനി കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ. അത് ക്വസ്റ്റ്യൻ ആണ്, കണ്ടുപിടിക്കേണ്ട ഒരു പാർട്ടാണ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ. ഇപ്പൊ ഫോർമേഷൻ ഓഫ് ബെൻസീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പ്രൊഡക്റ്റ് സൈഡിൽ ബെൻസീൻ എഴുതുക, C6H6. എപ്പോഴും ഫോർമേഷന്റെ ഒരു ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ ഫോം ചെയ്യാൻ പറയുന്നത് അത് പ്രൊഡക്റ്റ് സൈഡിൽ എഴുതുക. എന്നിട്ട് അതിനകത്തുള്ള എലമെന്റുകൾ മാത്രം, കാർബൺ മോണോ അറ്റോമിക് ആയതുകൊണ്ട് കാർബൺ എഴുതുക, ഹൈഡ്രജൻ ഡയാറ്റോമിക് ആയതുകൊണ്ട് ഹൈഡ്രജൻ എന്ന് എഴുതുക. എന്നിട്ട് കാർബണിന്റെ എണ്ണം 6 ആയതുകൊണ്ട് 6C എന്ന് ഇവിടെ എഴുതുക. ഹൈഡ്രജന്റെ എണ്ണം 6, ഇവിടെ 2 ആണ്, 3 എന്ന് ഇവിടെ എഴുതുക. അപ്പൊ 6 കാർബണും 3 ഹൈഡ്രജൻ കുറച്ചാൽ ബെൻസീൻ കിട്ടും. ഇതിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ΔFH കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ. അപ്പൊ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന വേറൊരു കാര്യം, ഏത് സാധനത്തിന്റെയും ഫോർമേഷൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റ് സൈഡിൽ എഴുതുക, അതിനകത്തുള്ള എലമെന്റ് നോക്കിയിട്ട് ഇപ്പുറത്ത് എഴുതുക, എലമെന്റിന്റെ അറ്റോമിക് സ്റ്റേറ്റ് നോക്കിയിട്ട് വേണം എഴുതാൻ. ഉദാഹരണത്തിന് വേറെ എക്സാമ്പിൾ കൂടെ പഠിപ്പിക്കാം. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് ഇതിനകത്ത് അതിലേക്ക് ഒരു ഡാറ്റയാണ്. ആ ഡാറ്റ ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വേഷൻ നമ്മൾ എഴുതണം. അപ്പൊ ഇതേ പറഞ്ഞ സ്റ്റൈലിൽ നമ്മൾ ഒന്ന് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇക്വേഷൻ എഴുതി. ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് സൈഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് എഴുതണം. ഇതിലൂടെ ഗിവ്സ് തരണം. അതിനകത്ത് എലമെന്റ് ഏതൊക്കെയാണ്? കാർബണും ഓക്സിജൻ. ഇങ്ങനെ എഴുതാൻ പറ്റും. മോണോറ്റോമിക് ആണ്, ഡയാറ്റോമിക് ആണ്. ഒരു കാർബൺ, 2 ഓക്സിജൻ, 2 ഓക്സിജൻ. അപ്പൊ കോയിഫിഷ്യന്റ് ഒന്നുമില്ല, വാല്യൂ. സെമികോളൻ ΔFH തന്നിട്ടുണ്ട് -393.5 കിലോജൂൾ. -393.5 കിലോജൂൾ. ഇനി വാട്ടറിന്റെ ഫോർമേഷൻ കൂടി ഇക്വേഷൻ എഴുതണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാട്ടർ എന്ന് ഇവിടെ എഴുതുക. എന്നിട്ട് അതിന്റെ എലമെന്റ് ആയ ഹൈഡ്രജൻ ഡയാറ്റോമിക് ആണ്, ഓക്സിജനും ഡയാറ്റോമിക് ആണ്. പക്ഷെ ഇവിടെ 2 ഓക്സിജൻ ഒന്നേ വീണ്ടും, അപ്പൊ ഇത് ഹാഫ് എന്ന് കൊടുക്കും. സെമികോളൻ ΔFH equal to -285.83 കിലോജൂൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഡ്യൂറിംഗ് കമ്പസ്റ്റൻ ഓഫ് ബെൻസീൻ 3267 കിലോജൂൾ എനർജി റിലീസ് എന്ന് പറയുമ്പോൾ കമ്പസ്റ്റൻ ഓഫ് ബെൻസീൻ ഇക്വേഷൻ എഴുതി ΔH വാല്യൂ എഴുതി. കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ എന്ന് പറയുമ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ബെൻസീൻ എഴുതി ΔFH ഫോർമേഷൻ എൻതാൽപ്പി ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആർ ഗിവൺ. അപ്പൊ എൻതാൽപ്പി ഫോർമേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് വാല്യൂ എഴുതി, വാട്ടർ എഴുതി, വാല്യൂ എഴുതി. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യുന്നതിനിടയിൽ ഞാൻ ഫോർമേഷൻ ഇക്വേഷൻ ഇടാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. ഫോർമേഷൻ ഇക്വേഷൻ എഴുതുമ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 1 മോൾ മാത്രം ഇവിടെ വരാൻ പാടില്ല. ഇവിടെ നിങ്ങൾ ഒരിക്കലും ബാലൻസ് ചെയ്തിട്ട് 2, 3, 4 വരാൻ പാടില്ല. കാരണം ഡെഫിനിഷൻ എന്ന് പറയുന്നത് enthalpy change when 1 mole of a compound is formed from its elements എന്നാണ്. 1 mole of a compound, ഒരു മോളെ വരാൻ പാടില്ല. ഫോർമേഷൻ ഇക്വേഷൻ 3 ഇക്വേഷൻ ഇവിടെ കാണുന്നുള്ളത്, 3-ൽ 1 മോളെ ഇവിടെ ഉള്ളൂ. അതാണ് ഒരു പോയിന്റ്. From its elements, reactant സൈഡിൽ കോമ്പൗണ്ട്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാൽഷ്യം കാർബണേറ്റിന്റെ ഫോർമേഷന്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് എഴുതും. ഇത് ഫോർമേഷൻ അല്ല, ഇത് ΔFH അല്ല. കാരണം ഇതിനകത്തുള്ള എലമെന്റ് കാൽഷ്യം ആണ്. ഇവിടെ കാൽഷ്യം ആയിട്ടില്ല, കാൽഷ്യം ഓക്സൈഡ് ആയിട്ടാണ് ഉള്ളത്. ഇത് പറ്റൂല.
കാർബണും ഓക്സിജനും വേറെ വേറെ ആയിട്ട് വേണം. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട്. അപ്പൊ ഇത് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ അല്ല. അപ്പൊ എന്താൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ 1 മോള് ഉണ്ടാവുന്നതോടൊപ്പം അത് ഉണ്ടാവേണ്ടത് അതിന്റെ എലമെന്റിൽ നിന്നാണ്. അതാണ് എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഡെഫിനിഷൻ. അത് കീപ്പ് ചെയ്യണം. കോയിഫിഷ്യന്റ് ഇവിടെ 1 ആയിരിക്കണം. ഇതിന്റെ എലമെന്റ് മാത്രമേ ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ ഇതിന്റെ സാന്ദർഭികമായിട്ട് എന്താൽപ്പി ഓഫ് ഫോർമേഷന്റെ ഇക്വേഷന്റെ കാര്യം പറഞ്ഞതാണ്. അതുപോലെ കമ്പസ്റ്റന്റ് ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും ഓക്സിജൻ ആണ് കത്തുക. ഇവിടെ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ കാർബൺ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതുക. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വാട്ടറും എന്ന് എഴുതുക. ഓട്ടോമാറ്റിക് ആയിട്ട് പറഞ്ഞാൽ അവൻ എഴുതിയിരിക്കണം എന്നർത്ഥം ഉദ്ദേശിച്ചത്. ഇനി കമ്പസ്റ്റൻ സമയത്ത് ഓക്സിജൻ കാർബൺ മാത്രമേ ഇവിടെയുള്ളെങ്കിൽ പിന്നെ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എഴുതാൻ പാടുള്ളൂ. കാരണം ഉദാഹരണത്തിന് കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് കമ്പസ്റ്റൻ ഇക്വേഷൻ ആണ്. കാരണം ഓക്സിജൻ ആണ് ബേൺ ചെയ്യുന്നത്. അപ്പം എന്താൽപ്പി ഓഫ് ഫോർമേഷൻ ഇക്വേഷനും എന്താൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത്. പ്രോബ്ലത്തിന്റെ ഇടയിൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, യെസ്. നമ്മൾ 4 ഇക്വേഷൻ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എഴുതി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താൽപ്പി ഓഫ് കമ്പസ്റ്റൻ ഓഫ് ബെൻസീൻ ആണ്. അപ്പോഴേ ഈ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമ്മളിവിടെ എഴുതി. തന്നിരിക്കുന്ന ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. തന്നിരിക്കുന്നത് 2 ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. 2 ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ 2 and 3. ഇനി ശ്രദ്ധിക്കുക, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിനകത്ത് എത്ര ഉണ്ട് നോക്കുക. 6 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമേ ഇവിടെ 6 CO2 വരുള്ളൂ. ഈ 6 CO2 പിന്നീട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ 6 കൊണ്ട് ഗുണിക്കുക. ഇൻറ്റു 6. അപ്പൊ എന്താ ഇക്വേഷൻ വരിക? 6C plus 6O2 gives 6CO2. Delta FH equal to 6 into minus 393.5 എന്ന് വരും. ഇനി നമ്മൾ വാട്ടർ നോക്കുക. ഇവിടെ ഒരു വാട്ടറേ ഉള്ളൂ. ഇവിടെ 3 മോൾ വാട്ടർ ഉണ്ട്. എങ്കിൽ ഈ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോഴേ 3H2 plus 3 into 1/2 3/2 3/2 O2 gives ഇവിടെ 3 വയ്ക്കുമ്പോൾ 3H2 എന്ന് വരും. ഡെൽറ്റ FH 3 കൊണ്ട് ഗുണിക്കണം. 3 into minus 285.8 കിലോജൂൾ. അപ്പം ഇതിനെ 6 കൊണ്ട് ഗുണിച്ചു. ഇതിനെ 3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 6CO2 3H2 ഇവിടെ ലഭ്യമായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷനെ 4 എന്നും ഈ ഇക്വേഷൻ 5 എന്നും വിളിക്കും. ഈ 6CO2 3H2 പ്രൊഡക്റ്റ് സൈഡിലാണുള്ളത്. ഇവിടെ 6CO2 3H2 പ്രൊഡക്റ്റ് സൈഡിൽ തന്നെയാണുള്ളത്. അപ്പോൾ നമ്മള് ഈ 6CO2 3H2 നമ്മൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആവശ്യമുണ്ടോ എന്ന് നോക്കുക. ആവശ്യമില്ല. ഇതാണ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. കാർബണും ഹൈഡ്രജനും ബെൻസീനും മാത്രമേ വരൂ. ഇത് ആവശ്യമില്ല. എങ്കിൽ നമുക്ക് ഇതിന് ഒഴിവാക്കേണ്ടതുണ്ട്. എങ്ങനെ ഒഴിവാക്കുക? ഈ ഇക്വേഷനെ ഒന്ന് റിവേഴ്സ് ചെയ്യാം. എന്നിട്ട് ഈ 2 ഇക്വേഷനും ആ റിവേഴ്സ് ചെയ്ത ഇക്വേഷൻ ആഡ് ചെയ്താൽ ഈ 6CO2 3H2 രണ്ട് സൈഡിൽ ഈ 6CO2 3H2 മറ്റേ സൈഡിലും വന്ന് അത് ക്യാൻസൽ ആണ്. നോക്കാം. നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ റിവേഴ്സ് ചെയ്യാം. അപ്പോൾ നേരെ ഈ റിയാക്ട് പ്രൊഡക്റ്റ് സൈഡ് ആദ്യം എടുക്കണം. 6CO2 plus 3H2O gives C6H6 plus 15/2O2 സെമികോളൻ. ഡെൽറ്റ FH എന്ത് ചെയ്യണം? സൈൻ മാറ്റണം. പഠിച്ചിട്ടുണ്ട്. പ്ലസ് റിവേഴ്സ് ചെയ്യുമ്പോൾ സൈൻ മാറ്റണം. പ്ലസ് 3267 കിലോജൂൾ. ഇനി ഈ ഇക്വേഷനും ഈ 2 ഇക്വേഷനും കൂടി ആഡ് ചെയ്യും. അപ്പൊ ഈ ഇക്വേഷന് 6 എന്ന് കൊടുക്കുക. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 6 plus 4 plus 5 എന്താ സംഭവിക്കുന്നത്? അപ്പോഴേ 6CO2 എന്ന് എഴുതി, 3H2O എന്ന് എഴുതി, പ്ലസ്
ഇത് 6C plus 6O2 plus ഇത് 3H2 plus 3/2O2 gives ഇത് പ്രൊഡക്റ്റ് സൈഡിൽ എഴുതാം. ഇതാണ് പ്രൊഡക്റ്റ് സൈഡിൽ C6H6 plus 15/2O2 plus 6CO2 plus 3H2. അതായത് ഈ മൂന്ന് ഇക്വേഷന്റെയും റിയാക്ടൻസ് സൈഡൊക്കെ ആഡ് ചെയ്തു. അടുത്തത് ഇത് ആഡ് ചെയ്തു. ഇനി കോമൺ ആയിട്ടുള്ള സാധനം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്യുക. ഇവിടെയുള്ള 6CO2 ഈ 6CO2 ക്യാൻസൽ ചെയ്തു. 3H2O ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ ആരാണത്? 15/2O2 ഉണ്ട്. 6ഉം 3/2ഉം കൂടി എത്രയാ? 15/2 ആണ് അല്ലേ? 6 plus 3/2 എന്ന് പറഞ്ഞാൽ LCM എടുത്താൽ 12 plus 3 അല്ലേ? 15/2 അല്ലേ? ആണ്. മാത്സ് അറിയണം. അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറയുന്ന 6O2ഉം 3/2O2ഉം ഈ 15/2O2 ക്യാൻസൽ ചെയ്യും. അപ്പൊ ബാക്കി എന്താ അവശേഷിക്കുക? 6C plus 3H2 gives C6H6 എന്ന് മാത്രമാണ് അവശേഷിക്കുക. അത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. 6C plus 3H2 gives C6H6. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് ആഡ് ചെയ്തത്? ഈ ഇക്വേഷനും ഈ ഇക്വേഷൻ. അപ്പൊ അതിന്റെ വാല്യൂ എന്താണ്? ആ സമയത്ത് അതിന്റെ ഡെൽറ്റ FH വാല്യൂ ആഡ് ചെയ്യണം ഇതേപോലെ. അപ്പോ പ്ലസ് ഉള്ള പ്ലസ് 3267 പ്ലസ് 6 into minus 393.5 plus 3 into minus 285.8 ഈ 48.51 കിലോജൂൾ നമുക്ക് ആൻസർ. മനസ്സിലായോ? ഇപ്പൊ പ്രോബ്ലം ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ്. ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ചെയ്തൊരു പ്രോബ്ലം ആണ്. പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് തന്നെയാണ് എടുത്ത് ചോദിക്കാറ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രോബ്ലം തന്നെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഇത് വീഡിയോയിലൂടെ കാണുമ്പോൾ ഈ പരീക്ഷയുടെ തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളിൽ ഒരു ഓർമ്മ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നത്. ഒന്നുകൂടി പറഞ്ഞു തരാം. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. തന്ന ഇക്വേഷൻ നോക്കിയിട്ട് തന്ന ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിനകത്തുള്ള ഡാറ്റ നിങ്ങൾ ഇക്വേഷൻ രൂപത്തിലേക്ക് എഴുതുക. ഇക്വേഷൻ തന്നിട്ടില്ല എങ്കിൽ ചില പ്രോബ്ലത്തിൽ ഇക്വേഷൻ തരും. അപ്പൊ പിന്നെ പണിയേയില്ല. നിങ്ങൾ കുടിക്കുകയും തലതിരിക്കുകയൊക്കെ വേണ്ടുള്ളൂ. പക്ഷെ ഇക്വേഷൻ തന്നിട്ടില്ലെങ്കിൽ ഈ നീല മഷിയിൽ എഴുതിയിരിക്കുന്ന ഈ സാധനത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് എഴുതാൻ 2 കാര്യങ്ങളെ അറിയുന്നു. കമ്പസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പുറത്ത് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം എഴുതും. അതുപോലെ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് സൈഡിൽ എന്താണോ ഫോം ചെയ്യുന്നത് അത് എഴുതിയിട്ട് അതിന്റെ എലമെന്റ് ഇപ്പുറത്ത് എഴുതുക. ശ്രദ്ധിക്കേണ്ടത് ബാലൻസ് ചെയ്യുമ്പോൾ ഇത് 1 മോളെ ഉണ്ടാവാൻ പാടുള്ളൂ. കമ്പസ്റ്റനും ചെയ്യുന്ന സാധനവും 1 മോളെ ഉണ്ടാവാൻ പാടുള്ളൂ. ആ രീതിയിൽ വേണം നിങ്ങൾ ബാലൻസ് ചെയ്യാൻ. അതായത് കമ്പസ്റ്റൻ ചെയ്യുന്ന സാധനത്തിന് മുന്നിൽ 1-ൽ കൂടുതൽ 1 എന്ന് പറയുന്ന നമ്പർ അല്ലാതെ വേറെ ഒന്നും വരാൻ പാടില്ല. ഇവിടെയും 1 എന്ന് പറയുന്ന നമ്പർ അല്ലാതെ വേറെ ഒന്നും വരാൻ പാടില്ല. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കമ്പസ്റ്റൻ ഇക്വേഷനും ഒരു ഫോർമേഷൻ ഇക്വേഷൻ എന്നത് എങ്ങനെയെന്നും കൂടി ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. തെറ്റിക്കരുത്, അതൊന്ന് കേൾക്കുക. ഇനിയോ തന്ന ചോദ്യം നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്തൊക്കെയുണ്ട് നോക്കുക. ഇവിടെ 6C വേണം. തന്നതിന് ഒരു C ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ 6 കൊണ്ട് ഗുണിക്കുക. 3H2 വേണം. തന്നതിൽ ഒരു H2 ഉള്ളൂ. അതുകൊണ്ട് ഇതിനെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 6Cയും 3H2 ഇവിടെ കിട്ടി. കണ്ടുപിടിക്കേണ്ടതിൽ വേണ്ടാത്ത സാധനങ്ങൾ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. അത് കണ്ടുപിടിക്കേണ്ടതിൽ അതില്ല. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറിനെ കളയാൻ എന്താ വഴി? ഈ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഗിവ്സിന്റെ റൈറ്റ് സൈഡ് ആണെങ്കിൽ ഇതിന്റെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഗിവ്സിന്റെ ലെഫ്റ്റ് സൈഡിൽ വരണം. അപ്പൊ ഈ ഇക്വേഷൻ റിവേഴ്സ് ചെയ്യാൻ സൈൻ മാറ്റുക. റിവേഴ്സ് ചെയ്ത ശേഷം ഉടനെ 3 കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് കിട്ടും. കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ എൻതാൽപ്പി വാല്യൂ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ക്ലാസ് മനസ്സിലായി വിചാരിക്കണം. റെഡി? ഇതുപോലെ നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് ചോദിക്കാം. ഈതേന്റെ പ്രിപ്പറേഷൻ ചോദിക്കാം. അതുപോലെ കാർബൺ ഗ്രാഫൈറ്റ് കാർബൺ ഡയമണ്ട് ആക്കി മാറുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച് എന്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഈ കാര്യം. ഈ പറഞ്ഞ ഇക്വേഷൻ ഉണ്ടാക്കുക. ഇക്വേഷൻ നോക്കിയിട്ട് ഈ പറയുന്ന ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഡ് ചെയ്ത് റിവേഴ്സ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, റെഡി? ചെയ്യല്ലേ? അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സോളുബിലിറ്റി പ്രൊഡക്റ്റ്.
തന്നു കഴിഞ്ഞാൽ സോളുബിലിറ്റി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ സോളുബിലിറ്റി തന്നു കഴിഞ്ഞാൽ സോളുബിലിറ്റി പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ. ഇത് സാധാരണ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് pHന്റെ ഒരു പ്രോബ്ലം, അതുപോലെ ഈ സോളുബിലിറ്റിയുടെ പ്രോബ്ലം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. എന്താണ് പ്രോബ്ലം? Calculate solubility of magnesium chloride in pure water. The solubility of product of MgCl2 is 1.1 into 10⁻⁻23. അപ്പൊ ഇത് അറിയണമെങ്കിൽ എന്താണ് സോളുബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് അറിയണം. സോളുബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പാരിംഗ്ലി സോളുബിൾ സാൾട്ട് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അയോൺസിൽ ഉണ്ടാവുന്ന കോൺസെൻട്രേഷനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന സാധനമാണ് സോളുബിലിറ്റി പ്രൊഡക്റ്റ്. ഡീറ്റെയിൽസ് ഞാൻ പോകുന്നില്ല. അപ്പൊ ജസ്റ്റ് സോളുബിലിറ്റി പ്രൊഡക്റ്റ് ഒരു കോമ്പൗണ്ടിന്റെ നമുക്ക് പരിശോധിച്ച് നോക്കാം. NaCl. അപ്പൊ ഇതിൽ ഡിസോസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ Na പ്ലസും Cl മൈനസ് കിട്ടും. ഇതിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്, ഇതിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്. ഇതിന്റെ സോളുബിലിറ്റി പ്രൊഡക്റ്റ് KSP എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സാധനത്തിന്റെയും കോൺസെൻട്രേഷൻ നമ്മൾ ഗുണിക്കുക ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl മൈനസ്. ഇത്രയേ ഉള്ളൂ. ഇതിന് മുകളിൽ പവർ എഴുതണം. ഇവിടെ കോയിഫിഷ്യന്റ് 1 ആയതുകൊണ്ട് പവർ 1 ആണ്, ഇവിടെ കോയിഫിഷ്യന്റ് 1 ആയതുകൊണ്ട് പവർ 1 ആണ്. ഇതിന്റെ സോളുബിലിറ്റി എസ് ആണെന്ന് വിചാരിക്കുക, ഇതിന്റെ സോളുബിലിറ്റിയും എസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ കേസിൽ KSP = S². തീർന്നു. ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ എസ് തന്നു കഴിഞ്ഞാൽ സോളുബിലിറ്റി തന്നാൽ അത് ഇതിൽ കൊടുത്തിട്ട് അതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ ഈ പ്രോബ്ലത്തിന് KSP കിട്ടി. ഇനി KSP തന്നു കഴിഞ്ഞാൽ സോളുബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് KSP തന്നു കഴിഞ്ഞാൽ സോളുബിലിറ്റി = KSP ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. മറ്റൊരു കേസിലേക്ക് നമുക്ക് പോകാം. ഫോർ എക്സാമ്പിൾ AlCl3. ഉടനെ നമ്മൾ ഡിസോസിയേറ്റ് ചെയ്യാം. Al3 പ്ലസ് 3Cl മൈനസ്. ഈ ഡിസോസിയേഷൻ ഇമ്പോർട്ടന്റ് ഉണ്ട്, തെറ്റിക്കരുത്. Al3 പ്ലസ് 3Cl മൈനസ്. 1 മോളിന്റെ മോളാർ സോളുബിലിറ്റി S ആണെന്ന് വിചാരിക്കുക. 1 മോളിനാണ് S. അതുപോലെ ഇവിടെ 3 മോൾ ആയതുകൊണ്ട് 3S. ഇനി നമ്മൾ ഇതിന്റെ KSP എഴുതുക. KSP സമം molar concentration of Al3 plus into molar concentration of Cl minus whole cube. അത് ശ്രദ്ധിക്കണേ. 3Cl ആവുമ്പോൾ 3 നമ്മുടെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ് KSP ആയിട്ട് മാറുന്നത്. അപ്പൊ ഇത് 3 പവർ ആയിട്ട് വരും. അത് തെറ്റിക്കരുത്. ഇനി ഈ Al3 പ്ലസിന്റെ കോൺസെൻട്രേഷൻ എത്ര? S into Cl മൈനസിന്റെ എത്രയാ? 3S ആണ്. 3Cl മൈനസിന് 3S ആവുമ്പോൾ Cl മൈനസിന് S ആണെന്ന് പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്ന് പറയരുത്. ക്ലോറൈഡ് അയോൺ ആകെ 3 അതിനകത്ത് 3 എണ്ണത്തിന്റെയും സോളുബിലിറ്റി മോളാർ സോളുബിലിറ്റി 3S ആണ്. അപ്പോൾ 3S തന്നെ എഴുതണം. CS ഹോൾ ഇവിടെ ക്യൂബ് ഉണ്ട്. ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ. ഇവിടെ 3Cl മൈനസ് ആവുമ്പോൾ 3S കിട്ടും. ഈ Cl മൈനസ് ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാവരും S³ എന്ന് എഴുതി പോകും. പോകരുത്. ഈ 3S എന്ന് പറയുന്ന സാധനം തന്നെ ഇവിടെ കൊടുക്കണം. അതാണ് ഈ ക്ലാസിന്റെ ഈ ഒരു പോയിന്റിന്റെ ഇമ്പോർട്ടൻസ്. S into 3 ന്റെ ക്യൂബ് എത്രയാണ്? 27. S cube equal to 27S⁴. കിട്ടിയില്ലേ? അതായത് സോഡിയം ക്ലോറൈഡിന്റെ KSP കണ്ടുപിടിക്കാനും പഠിച്ചു, AlCl3ന്റെ KSP കണ്ടുപിടിക്കാനും നമ്മൾ പഠിച്ചു. KSP തന്നു കഴിഞ്ഞാൽ S കണ്ടുപിടിക്കാം, റീഅറേഞ്ച് ചെയ്തിട്ട്. S തന്നു കഴിഞ്ഞാൽ KSP കണ്ടുപിടിക്കാം. ഓക്കെ. ഇപ്പൊ സോളുബിലിറ്റി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയോണിന്റെ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് എന്ന് മനസ്സിൽ കണ്ടാൽ മതി. ബാക്കി അതിന്റെ ഡീറ്റെയിൽസ് തിയറി ഒക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ പറ്റും ഒന്ന് നോക്കാം. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? MgCl2. അപ്പോൾ നിങ്ങൾ MgCl2 എന്ന് എഴുതുന്നു. ഗിവ്സ് അതിനെ ഡിസോസിയേറ്റ് ചെയ്താൽ Mg2 പ്ലസും 2Cl മൈനസും ലഭിക്കും. ലെറ്റ് S be the solubility. S ആണ് സോളുബിലിറ്റി എന്ന് വിചാരിക്കും. അതെല്ലാം നിങ്ങൾ S എന്ന് കൊടുത്താൽ മതി. അപ്പോൾ Mg2 പ്ലസിന്റെ സോളുബിലിറ്റി എത്രയാ? S ആയിരിക്കും. 2Cl മൈനസിന്റെ സോളുബിലിറ്റിയോ 2S ആയിരിക്കും. ഇത് നമ്മൾ വേറെ എഴുതി വെക്കണം. ആ ഒരു പാറ്റേൺ പഠിച്ചു വെക്കണം. Mg2 പ്ലസിന്റെ കോയിഫിഷ്യന്റ് 1 ആയതുകൊണ്ട് 1S ആയിരിക്കും. 2Cl മൈനസിന്റെ കോയിഫിഷ്യന്റ് 2 ആയതുകൊണ്ട് 2S ആയിരിക്കും. ഇനിയാണ് നിങ്ങൾ KSP എഴുതുന്നത്. ഈ ഒരു പാറ്റേൺ നിങ്ങൾ നോട്ടിൽ കുറച്ച് എക്സാമ്പിൾ വെച്ച് ഈ ഒരു പാറ്റേൺ തന്നെ ഒന്ന് ശീലിക്കണേ കേട്ടോ, മറക്കല്ലേ. പരീക്ഷയ്ക്ക് വരും. അപ്പൊ KSP =
ഇതിന് രണ്ടിന്റെയും കോൺസെൻട്രേഷൻ Mg2+ ഗുണിക്കണം മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ഇതറിയാലോ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ അറിയാലോ ഈ പോയിന്റ് അറിയാം Cl - ഇത് തെറ്റിക്കൽ ഈ ഭാഗം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ കോയിഫിഷ്യന്റ് എപ്പോഴും പവർ ആയിട്ടാണ് വരിക അതാണ് ഒരു പോയിന്റ് ഓർക്കേണ്ടത് ഇനി Mg2+ ന്റെ കോൺസെൻട്രേഷൻ S ഇൻറ്റു Cl- ന്റെ കോൺസെൻട്രേഷൻ എന്താണ് 2s ആണ് ഞാൻ വീണ്ടും പറയുന്നു 2s ആണ് s അല്ല 2Cl - 2s അപ്പോൾ Cl - s എന്ന് വിചാരിക്കരുത് 2s പിന്നെയോ സ്ക്വയർ വേണ്ടേ ഉണ്ട് അപ്പൊ s ഇൻറ്റു 4s സ്ക്വയർ ഈക്വൽ ടു 4s ക്യൂബ് നമ്മുടെ ഈ പ്രോബ്ലത്തില് KSP സമം 4s ക്യൂബ് എന്ന് കിട്ടി 4s ക്യൂബ് എന്ന് കിട്ടിയേ എന്താ തന്നിരിക്കുന്നത് MgCl2 ന്റെ സോളിഡിറ്റി പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് അപ്പൊ ഈ MgCl2 ന്റെ KSP വാല്യൂ തന്നിട്ടുണ്ട് 1.1 ഇൻറ്റു 10⁻⁻23 ആണ് 4s ക്യൂബ് അപ്പൊ ഇതിന് ബാക്കി മാത്സ് ആണ് s ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ 1.1 ഇൻറ്റു 10⁻⁻23/4 അപ്പോൾ s എന്താണ് ക്യൂബ് റൂട്ട് ഓഫ് 1.1 ഇൻറ്റു 10⁻⁻23/4 സിമ്പിൾ അല്ലേ ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കട്ടെ ഞാനിപ്പോ പറയുന്നില്ല അപ്പോൾ s ഇൻറ്റു 4s സ്ക്വയർ 4s ക്യൂബ് ആയി 4s ക്യൂബ് ആണ് 1.1 10⁻⁻. ക്വസ്റ്റ്യൻ ചെയ്യാം കാൽക്കുലേറ്റ് സോളുബിലിറ്റി എന്ന് പറയുമ്പോൾ s ആണ് കണ്ടുപിടിക്കുന്നത് ഗിവൺ സോളുബിലിറ്റി പ്രൊഡക്റ്റ് KSP ആണ് ഇത് അപ്പോൾ 4s ക്യൂബ് equal to this one s ക്യൂബ് equal to this one by 4 therefore s equal to cube root of this ബാക്കി മാത്തമാറ്റിക്സ് ആണ് അപ്പോൾ ഇത് മനസ്സിലായി ഓക്കേ